Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of. So, you want to be a motivational speaker, FIUGP, English Language Skill for Commerce and Management, first semester, Calicut University. Answer the following questions in 2 or 3 sentences. According to Hyken, what is a crucial element in crafting a compelling motivational speech? ഷെഫ് ഹൈക്കിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ക്രൂഷ്യൽ എലമെൻ്റ് ആയിട്ടുള്ളത്, അതായത് ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ് എന്താണ്, അതായത് ഒരു കമ്പലിങ് മോട്ടിവേഷൻ സ്പീച്ച് ക്രാഫ്റ്റ് ചെയ്യാനുള്ളൊരു ക്രൂഷ്യൽ എലമെൻറ്റ് എന്താണ്? അക്കോർഡിംഗ് ടു ഹൈക്കൻ, എ ക്രൂഷ്യൽ എലമെൻറ്റ് ഇൻ ക്രാഫ്റ്റിംഗ് എ കമ്പലിംഗ് മോട്ടിവേഷൻ സ്പീച്ചസ് ദ യൂസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിംഗ് ഇസ് എ പവർഫുൾ ടൂൾ ദാറ്റ് ക്യാൻ ഹെൽപ്പ് സ്പീക്കേഴ്സ് കണക്ട് വിത്ത് ദെയർ ഓഡിയൻസ് ഓൺ എ ഡീപ്പർ ലെവൽ. സ്റ്റോറി ടെല്ലിംഗ് ആണ് ക്രൂഷ്യൽ എലമെൻറ്റ്. സ്റ്റോറി ടെല്ലിംഗ് ഒരു പവർഫുൾ ടൂളാണ്. അത് സ്പീക്കേഴ്സിനെ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൗ ഡസ് ഷെഫ് ഹൈക്കൻ സജസ്റ്റ് സ്പീക്കേഴ്സ് ഷുഡ് ഹാൻഡിൽ നെർവസ്നെസ് ബിഫോർ എ സ്പീച്ച്? എങ്ങനെയാണ് ഷെഫ് ഹൈക്കൻ സജസ്റ്റ് ചെയ്തത് സ്പീക്കേഴ്സ് നിർബന്ധമായിട്ടും സ്പീച്ചിന് മുമ്പ് അവരുടെ നെർവസ്നെസ്, അവരുടെ ആ ഒരു പേടി, ഫിയർ ഓഫ് സ്റ്റേജ് ഫിയർ, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്ന് എങ്ങനെയാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തത്? ഷെഫ് ഹൈക്കൻ സജസ്റ്റ് ഓൺ ഹൗ ടു ഹാൻഡിൽ നെർവസ്നെസ് ബിഫോർ എ സ്പീച്ച്. ഫസ്റ്റ്ലി, ടു അക്നോളജ് ആൻഡ് ആക്സെപ്റ്റ് ദോസ് ഫീലിംഗ്സ് ആൻഡ് സ്പീക്കേഴ്സ് ഷുഡ് പ്രാക്ടീസ് ദെയർ സ്പീച്ച് മൾട്ടിപ്പിൾ ടൈംസ് ആൻഡ് ബി ഫെമിലിയർ വിത്ത് ദ മെറ്റീരിയൽ ആൻഡ് ദ സെറ്റിംഗ്. നെർവസ്നെസ് എന്നുള്ളത് എല്ലാവർക്കും വരുന്ന ഒന്നാണ്. അപ്പോൾ അത് ആദ്യം ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. പിന്നീട് നമ്മുടെ ആ ഒരു സ്പീച്ച് മൾട്ടിപ്പിൾ ടൈംസ് പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു മെറ്റീരിയലുമായിട്ട് ഫെമിലിയർ ആവുക, സെറ്റിങ്ങുമായിട്ടൊക്കെ ഫെമിലിയർ ആവുക. വാട്ട് റോൾ ഡസ് ഓഡിയൻസ് എൻഗേജ്മെൻറ്റ് പ്ലേ ഇൻ മോട്ടിവേഷൻ സ്പീച്ച് ബേസ്ഡ് ഓൺ ഹൈക്കൻസ് റെക്കമെൻഡേഷൻസ്? ഷെഫ് ഹൈക്കൻ്റെ റെക്കമെൻഡേഷനിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഡിയൻസിൻ്റെ റോൾ എന്താണ് മോട്ടിവേഷണൽ സ്പീച്ചിൽ? ഓഡിയൻസ് എൻഗേജ്മെൻറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ മോട്ടിവേഷണൽ സ്പീച്ച്. ഹൈക്കൻ സജസ്റ്റ് ദാറ്റ് സ്പീക്കേഴ്സ് ഷുഡ് ഗെറ്റ് ദ ഓഡിയൻസ് ഇൻവോൾവ് ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ദ സ്പീച്ച്. ദിസ് ക്യാൻ ബി ഡൺ ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ടെല്ലിങ് എ സ്റ്റോറി, എക്സെട്ര. അപ്പോൾ ഇതിൽ ഹൈക്കൻ പറയുന്നത് ഓഡിയൻസിൻ്റെ ആ ഒരു റോള് ഈ ഒരു സ്പീച്ച് എൻഗേജ്മെൻറ്റിൽ വളരെയധികം ഇമ്പോർട്ടൻറ്റ് റോളാണ് വഹിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ആ ഒരു സ്പീച്ചിൽ ഇൻവോൾവ് ആകണം ഓഡിയൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പീക്കർ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഒരു സ്റ്റോറി ടെൽ ചെയ്യാം. ആൻഡ് ഹി എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മേക്ക് eye contact with the audience. This helps to build trust and connection with the audience and can also help to keep them engaged. അതുപോലെ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഓഡിയൻസുമായിട്ട്. ഇത് അവർക്കിടയിലൊരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഓഡിയൻസുമായിട്ടുള്ള ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതുമൂലം ആ ഒരു സ്പീച്ചുമായിട്ട് എൻഗേജ്ഡ് ആകും. വാട്ട് ഡസ് ഷെഫ് ഹൈക്കൻ ഐഡൻറ്റിഫൈ ആസ് എ കോമൺ മിസ്റ്റേക്ക് ന്യൂ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് മേക്ക്? ഷെഫ് ഹൈക്കൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു കോമൺ മിസ്റ്റേക്ക് എന്താണ് പുതിയ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ചെയ്യുന്ന? ഹൈക്കൻ സജസ്റ്റ് ദാറ്റ് ന്യൂ സ്പീക്കേഴ്സ് ഓഫൻ ട്രൈ ടു ഇമിറ്റേറ്റ് അതർ സക്സസ്ഫുൾ സ്പീക്കേഴ്സ് റാദർ ദാൻ ബീയിങ് ദംസെൽസ്. ദിസ് ക്യാൻ കം അക്രോസ് അസ് ഇൻസിൻസിയർ ആൻഡ് ക്യാൻ ഹേർട്ട് ദ സ്പീക്കേഴ്സ് ക്രെഡിബിലിറ്റി. അതായത് പുതിയ സ്പീക്കേഴ്സ് ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്പീക്കേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അവരായിട്ട് നിൽക്കാൻ അവർ ശ്രമിക്കൂല. ഇത് ഓഡിയൻസിലൊരു ഇൻസിൻസിയറിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അതായത് സ്പീക്കറുടെ ക്രെഡിബിലിറ്റി ഓഡിയൻസിന് മുമ്പിൽ ഹേർട്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. You want to be a motivation speaker, what strategy does Hyken recommend for making a speech memorable? അതായത് ഈ ഒരു you want to be a motivation speaker ഷെഫ് ഹൈക്കൻ എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് സ്പീച്ച് മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട്? ഹൈക്കൻ സജസ്റ്റ് ദാറ്റ് സ്റ്റോറീസ് ആർ എ പവർഫുൾ വേ ടു മേക്ക് എ സ്പീച്ച് മെമ്മറബിൾ ആൻഡ് ഹ്യൂമർ ക്യാൻ ബി ഇഫക്റ്റീവ് വേ ടു മേക്ക് എ സ്പീച്ച് മെമ്മറബിൾ. അതായത് സ്റ്റോറീസ് ആ ഒരു സ്പീച്ച് മെമ്മറബിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഹ്യൂമർ ആ ഒരു സ്പീച്ച് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ, അത് മെമ്മറബിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. How does ഷെഫ് ഹൈക്കൻ propose speakers should handle questions from the audience during a presentation? എങ്ങനെയാണ് ഷെഫ് ഹൈക്കൻ പ്രപ്പോസ് ചെയ്തത്? അത് സ്പീക്കേഴ്സ് പ്രസൻറ്റേഷൻ്റെ ഓഡിയൻസിൻ്റെ അടുത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യണം. ഹാൻഡിൽ ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ഷെഫ് ഹൈക്കൻ proposes that speakers should handle questions from the audience during a presentation. Hyken emphasizes the importance of listening carefully to the questions being asked. This helps to ensure that the speaker understands the question and can provide a relevant response. ആദ്യം ചെയ്യേണ്ടത്
ആ ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ കെയർഫുള്ളി ലിസൺ ചെയ്യുക. അത് നമ്മളെ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനും അതിന് ഉതകുന്ന തരത്തിലൊരു റെലവൻറ്റ് റെസ്പോൺസ് കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും.